വെൽക്കം ടു റസിയാസ് കിച്ചൺ. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്ന ഒരു തലശ്ശേരി ഡിഷാണ് ചിക്കൻ കക്കം. അപ്പം അതിനാവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 2 മീഡിയം സൈസ് സവാള എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്, കുറച്ച് കറിവേപ്പിലയും. അത് നമുക്ക് ആദ്യം ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ കൂടെ മസാല ഒക്കെ നന്നായി മിക്സ് ചെയ്തിട്ട് വേണം നമുക്ക് ചിക്കൻ വേവിക്കാൻ. അപ്പോൾ ആദ്യം നമുക്കിതെല്ലാം കൂടി ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നല്ല ടേസ്റ്റുള്ളൊരു ഡിഷാണ്, എന്നാൽ വളരെ എളുപ്പമാണ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും. ഇനി നമുക്കിതിലേക്ക് ഞാനൊരു വലിയ തക്കാളി എടുത്തിട്ടുണ്ട്, അത് ചെറുതാക്കി അരിഞ്ഞിട്ടുണ്ട്, അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനൊരു 4 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ എടുത്തിട്ടുണ്ട്, പിന്നെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പും. ഇനി ആദ്യം നമുക്ക് ഈ മസാലകളെല്ലാം കൂടി, ആ സവാള എല്ലാം കൂടി നന്നായി കൈവച്ച് തന്നെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മസാലയൊക്കെ സവാളയിലും തക്കാളിയും എല്ലാം കൂടി നന്നായി ഒന്ന് മിക്സായി കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ നമുക്കൊന്ന് ആദ്യം ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഞാനിവിടെ 1 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. ആ ചിക്കന് നമുക്കിനി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ചിക്കനും കൂടി ഇട്ട് ഒന്നും കൂടി കൈയോടെ നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് ഒന്ന് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഒരു 15 മിനിറ്റ് വെക്കാം. മസാലയൊക്കെ ചിക്കനിലേക്ക് ഒന്ന് നന്നായി പിടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം വെക്കാം. ഇപ്പോൾ 15 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ വേവിക്കാൻ വെക്കാം. ഇപ്പോൾ ചിക്കനൊക്കെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 15 മിനിറ്റ് വേവിച്ചെടുക്കാം. ഇപ്പോൾ 15 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഇളക്കി നോക്കാം. ഇപ്പോൾ ചിക്കന് ഒരുവിധം വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനുള്ളതാണ്. അപ്പോൾ നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടി ഞാൻ പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു നാടൻ ഡിഷ് ആയതുകൊണ്ട് തന്നെ നമുക്ക് വെളിച്ചെണ്ണയിൽ പൊരിച്ചെടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കനെല്ലാം ഇട്ടതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ അധികം മൊരിയണ്ട കേട്ടോ, ചെറുതായിട്ടൊന്ന് മൊരിയിച്ചെടുത്താൽ മതി. അപ്പോൾ ഒരു സൈഡ് ആയിട്ടുണ്ടായിരുന്നു, അപ്പോൾ ഞാൻ അതൊന്ന് തിരിച്ചിട്ട് കൊടുത്തിരുന്നു. അപ്പോൾ മറ്റേ സൈഡും കൂടി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. ബാക്കി ചിക്കനും കൂടി നമുക്ക് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പൊ ചിക്കനെല്ലാം നമ്മൾ ഫ്രൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ആ ഫ്രൈ ചെയ്ത എണ്ണയിൽ നിന്ന് കുറച്ച് മാറ്റിയതിന് ശേഷം കുറച്ച് എണ്ണയിൽ നമുക്ക് ആ മസാല ഒന്ന് വറ്റിച്ചെടുക്കണം. അപ്പം ഞാൻ കുറച്ച് എണ്ണ മാറ്റിയിട്ടുണ്ട്. ബാക്കി എണ്ണയിലേക്ക് ഞാൻ ആ മസാല ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്ക് ഒന്ന് വറ്റിച്ചെടുക്കാം.
അപ്പം മസാലയൊക്കെ ഒരുവിധം വറ്റി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒന്ന് വറ്റിച്ചെടുക്കാം. ഇനി മസാലയൊക്കെ ഒന്ന് വറ്റിയ ചിക്കനിൽ പിടിക്കുന്ന രീതിയിൽ നമുക്ക് എണ്ണ തെളിയുന്ന വരെ ഒന്ന് വറ്റിച്ചെടുക്കാം. ഇപ്പോൾ മസാലയൊക്കെ നമ്മൾ പിടിച്ച് എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒന്നുകൂടി മിക്സ് ചെയ്ത് നമുക്ക് കുറച്ചുകൂടി മല്ലിയില ഇട്ട് കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പം മസാലയൊക്കെ ആ ചിക്കൻ്റെ മേലെ പിടിച്ച് നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. ഇത് ചപ്പാത്തിൻ്റെ കൂടെ ആണെങ്കിലും അതുപോലെ തന്നെ പത്തിരിൻ്റെയും ബിരിയാണിൻ്റെ കൂടെ ഒക്കെ നല്ല കോമ്പിനേഷനാണ്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. വളരെ ഈസിയും ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കക്കം നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യുക. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്